നമ്മുടെ വീട് വിട്ട് താമസിക്കുന്ന ഒരു ജോലിയുടെ കാര്യാർത്ഥം, ഇപ്പോൾ ജോലിയുണ്ട് അദ്ദേഹത്തിന്, താമസിക്കുന്ന കുറേ അകലെയാണ്, വീട്ടിൽ നിന്ന് വിട്ട് മാറി താമസിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് താമസിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പഴയ വീടുകൾ അന്വേഷിക്കും, വാടക വീട് അന്വേഷിക്കും. ആ വാടക വീട് അന്വേഷിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഇണങ്ങി വരാനായിട്ട് 1-2 ദിവസം പിടിക്കും. എങ്കിലും വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതമാവും. അധികം വൈകാതെ തന്നെ അവരുടെ ആ സന്തോഷത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. അപ്പോൾ ആ വരുന്ന വ്യക്തികൾ ഒരുപാട് ദുരിതങ്ങളായിട്ട് ചിലപ്പോൾ വരുന്നുണ്ടാവുക. അവരുടെ കുടുംബത്തിനെ ഈ മരണപ്പെട്ടു പോയിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളെ കൊണ്ടാവും ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും. എന്നാൽ ഇവർ വന്ന് താമസിക്കുന്നത് ആ വീട്ടിലും ഇതേപോലുള്ള പ്രശ്നങ്ങളാവും ചിലപ്പോൾ ഇവർ കാത്തിരിക്കുക. ഏതെങ്കിലും ദുരിതം മരണപ്പെട്ടു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ആ വീട്ടുകാർ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ വീട്ടിലുള്ള ക്ഷേത്രങ്ങളോ കാവുകളോ ഒഴിവാക്കുന്നതോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയൊക്കെ ഈ നെഗറ്റീവ് ശക്തികളുടേതായ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ വളരെയധികം ദുരിതങ്ങളാവും അനുഭവിക്കേണ്ടി വരിക. പല ആളുകൾക്ക് അങ്ങനെയാണ്. അവർക്ക് അസുഖങ്ങൾ വിട്ടുമാറില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സന്തോഷകരമായിട്ട് അവർക്ക് ഉറക്കം പറ്റില്ല. അവിടെ പലരും പറയാറുണ്ട്, ആരും അവിടെ നിൽക്കുന്ന പോലെ, ആരും വിളിക്കുന്ന പോലെ രാത്രി ഒരു 11 മണി 12 മണി കഴിഞ്ഞാൽ വാതിലുമ്പോൾ തട്ടുന്നു, ആരോ ചെലം കെട്ടിട്ട് ഓടുന്നതായിട്ട് അങ്ങനെ പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ടാകുന്ന ഓരോ കാര്യങ്ങളായിരിക്കും അത്. ഭാര്യ ഭർത്താക്കന്മാർ അടുപ്പുണ്ടാവില്ല, അവർ പിരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥകൾ വരിക, അല്ലെങ്കിൽ ഈ കിടന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ആരോ വന്നിട്ട് ഇങ്ങനെ അമർത്തുന്ന പോലെ. എന്നാൽ വ്യക്തിക്ക് ചിലപ്പോൾ ഒന്നും ശബ്ദിക്കാൻ പറ്റില്ല, കയ്യും കാലൊക്കെ വിറച്ചുകൊണ്ടിരിക്കും. ഓളിട്ട് കറിയുണ്ടാവും, ചിലപ്പോൾ കയ്യും കാലം എനക്കാനായിട്ട് നോക്കുന്നുണ്ടാവും, പക്ഷേ കൈ ഇങ്ങനെ വിറക്കില്ല ഉണ്ടാകും, ഭയങ്കരമായിട്ട് വിറക്കില്ല. അല്ലെങ്കിൽ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരില്ല, വെറും ഞരക്കം മാത്രമേ വരുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരണേ രക്ഷിക്കണം. ഇപ്പോൾ അടുത്ത് കിടക്കുന്ന ഭർത്താവായാലും ശരി, മക്കളായാലും ശരി, അച്ഛനും അമ്മയും അവരൊക്കെ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാകുക, പക്ഷേ ശബ്ദം വരില്ല, വെറും ഞരക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കുറേ നേരം കഴിയുമ്പോൾ ചിലപ്പോൾ അവരവരുടെ ദൈവങ്ങളെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. കുറേ കഴിയുമ്പോഴാണ് ആ സാധനം പെട്ടെന്ന് വിട്ടുപോവുക. അത് ചിലപ്പോൾ അതാത് സമയങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും. വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. അപ്പോൾ ഇതേപോലെ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ സന്ധ്യാസമയമായി കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥത കൊടുക്കില്ല, ഉറക്കമില്ല. എന്നാൽ ഈ വീട്ടിൽ നിന്ന് ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അവർക്ക് സമാധാനമാണ്, പക്ഷെ പോകാനുള്ളതായ വഴികളും അവരടയ്ക്കും. ഇപ്പോൾ പഠിക്കുന്ന ആളാണെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റില്ല, അതേപോലെ തന്നെ വല്ല ജോലിയുള്ള ആളാണെന്ന് പോകാൻ പറ്റില്ല. വീട്ടിൽ ആ പോകുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ക്ലിയറായി. ആ പോകുന്ന സമയം വരെ വയറുവേദനയോ തലവേദനയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടലോ വഴക്കുണ്ടാക്കലോ ഇവിടുന്ന് പോകാനായിട്ട് പറ്റില്ല. ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചു വെച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ആൾക്ക് സുഖമായി. ആൾ വേറെ ഏത് ലോകത്തോ ആൾക്ക് പോകുന്നുണ്ടാവും. അങ്ങനെ ആളുടെ ചിന്തകൾ, സംസാരങ്ങൾ, അല്ലെങ്കിൽ ധാരണകൾ അവർക്ക് വേറെ ഏതോ ലോകത്തായിരിക്കും. അപ്പോൾ അത് വീട്ടുകാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാകുക. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് കണ്ടു വിചാരിക്കുക. അപ്പോൾ എല്ലാവരും ആലോചിച്ചിട്ട് പറയണം, നമുക്ക് ഈ വീട്ടിൽ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്തോ ഒരു വശപ്പശകുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് നിൽക്കുന്നവരും ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം, ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവുക എന്ന് തീരുമാനിച്ചിട്ട് ഒന്നുകിൽ അവർക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, ഈ വീട്ടിൽ നിന്ന് അവിടെ കെട്ടിയിട്ട മാതിരിയാവും ഉണ്ടാവുക. വേറെ വീടുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ വീട് മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് വിട്ടുപോകാത്തമാതിരിയുള്ള അവസ്ഥകളുണ്ടാകുക. അഥവാ വിട്ടുപോയാലും ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളായിരിക്കും അവർ ചെല്ലുക. മിക്കവാറും അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇതേപോലെ തന്നെ അസുഖങ്ങളാവും കൂടുതൽ കാണിക്കുക, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ. അതേപോലെ തന്നെ മെൻസസ് ഉണ്ടാകുന്ന ആളുകൾക്ക് തീരെ ഉണ്ടാകില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞാൽ നിൽക്കില്ല, അങ്ങനത്തെയും സംഭവിക്കും. അപ്പോൾ അത് ശക്തമായിരിക്കുന്നതായി ഈ സർപ്പങ്ങളിലൊക്കെ അതുണ്ട് വെച്ചെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത് വരാൻ പറ്റില്ല, അരുത്തേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അങ്ങനെയുണ്ട്. അത് ചില ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞു, സർപ്പത്തിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ട് വെച്ചെങ്കിൽ അവർക്ക് അത് ബാത്റൂമിൽ പോകാൻ വരെ അവർക്ക് പേടിയാണ്. പോയി കഴിഞ്ഞാലും അത് ഇനിയും എന്തോ ഇരിക്കുന്നുണ്ട്, അന്ന് തന്നെ എന്തോ ഉണ്ട്. അപ്പോൾ ഒന്നിനെ പോയിട്ടില്ല, മൂത്രത്തിൽ ഒഴിക്കാനേ പോയിട്ടില്ല വെച്ചാലും മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടില്ല, അല്ലെങ്കിൽ സുഖമായിട്ടില്ല, ഇനിയുണ്ട് എന്നുള്ളത് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂത്രത്തിൽ പഴുപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗത്തിൻ്റെയൊക്കെ ആണെന്ന് വിചാരിക്കാം. അതായിരിക്കില്ല, അത് അവർക്കറിയാം, അല്ല എന്നുള്ളതറിയാം. പക്ഷേ എന്തോ ഒരു സംഭവം ഇരിക്കുന്ന പോലെ അതിനെ സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അവരെ ഫിസിക്കലായിട്ടുള്ളതായ ആ സംഗതികളൊക്കെ ചിലപ്പോൾ നടന്നു പോകണം. അങ്ങനെയും പറയുന്നവരുണ്ട്. അവർക്കറിയില്ല,
പക്ഷേ ഇത് ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരായിട്ടുള്ള ചേർച്ചയോ സൗഹാർദ്ദങ്ങളോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ കണ്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച്, ഇതിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ളതായ വീട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രേതദോഷങ്ങളുണ്ട്, സർപ്പദുരിതങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു ഡോക്ടറെ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടിട്ടൊന്നും ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. അതിന് ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യണ്ടോ. അപ്പോൾ ചില വീടുകളിൽ അത്തരം ബുദ്ധിമുട്ടൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിക്കുക. അസുഖങ്ങളാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ആ ഡോക്ടറെ കാണിച്ചിട്ട് മാറ്റമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ കൃത്യമായിട്ട് അതിന് ഉതകുന്ന തരത്തിലുള്ളതായ കർമ്മികളെ കണ്ട് അതെന്താണ് ഇങ്ങനെ പ്രശ്നങ്ങളുള്ളത്, നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ, അത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് മാറുമോ, ശരീരത്തിൽ നമുക്ക് നീക്കം ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കിയറിഞ്ഞ് അതിനെ വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മത്തിലൂടെ അല്ലാതെ മാറ്റിക്കളയാനായിട്ട് പറ്റില്ല. ഒരു വീട്ടിൽ വന്നു അവിടെ സർപ്പത്തിൻ്റെ ദോഷങ്ങൾ അവിടെ നിന്നുള്ള ശരീരത്തിലുണ്ട് വെച്ചെങ്കിൽ ആ കുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്നതായ വ്യക്തികൾ ആരാണെങ്കിൽ ആ വ്യക്തികളുടെ പ്രേതാത്മാവ് വരെ അല്ലെങ്കിൽ അതിനെ ആചരിച്ചിരുന്ന, വിളക്ക് വെച്ചിരുന്ന അല്ലെങ്കിൽ കർമ്മം ചെയ്തിരുന്ന ആ വ്യക്തികളുടേതായ ആത്മാവ് വരെ ആ സർപ്പത്തിനോട് കൂടി കാണും, അല്ലെങ്കിൽ അവിടുത്തെ മൂർത്തികളോട് കൂടി കാണും. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ പെട്ടെന്ന് ആരും കണ്ടുവന്ന് വരില്ല. അപ്പോൾ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതും കൂടി വ്യക്തമാക്കിയിട്ട് വേണം. അവിടെ ആ സ്ഥലപരമായി കാണുന്ന മൂർത്തികൾ അവിടെ നിന്ന് വിട്ടുപോയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇതേപോലെ വാടകയ്ക്ക് വന്നു മരണങ്ങൾ പല കാരണങ്ങളെ കൊണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളെ കൊണ്ട് മറ്റൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ പ്രേതാത്മാവും കൂടി അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ആ വീട്ടിലേക്ക് വീണ്ടും താമസത്തിന് വരുന്ന വ്യക്തികൾക്ക് പറഞ്ഞ പോലെ തന്നെ ശാരീരികമായിട്ടോ മാനസികമായിട്ടുള്ളതോ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് പ്രേതദോഷങ്ങളെ നീക്കം ചെയ്യുക, സർപ്പദോഷങ്ങളെ നീക്കം ചെയ്യുക, എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിട്ടുമാറി പോവുക. ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇനിയും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. ഇനി പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെ, ഇനിയിപ്പോൾ ചില വ്യക്തികൾ ഇതേപോലെ തന്നെ അറിയില്ല, ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങളോ അതേപോലെ തന്നെ ധർമ്മദേഹങ്ങളോ ദുരിതങ്ങളോ, ക്ഷേത്രം നശിച്ചു പോയിട്ടുള്ളതായ ഇടങ്ങളോ, ക്ഷേത്രത്തിനൊക്കെ തല്ലി പൊളിച്ചിട്ട് കിണറ്റിലെ കുളത്തിലൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ഭാഗമാണ് ചുളുവിലയ്ക്ക് സ്ഥലം കിട്ടിയെന്നിരിക്കുക. അവർ ആ വ്യക്തികൾ അവിടെ താമസിക്കണമെന്നില്ല, അതവിടെ കണ്ടു ടോക്കൺ കൊടുത്താൽ മതി, അവർക്ക് അനർത്ഥങ്ങൾ തുടങ്ങും. ആ നിൽക്കുന്നതായ സംഗതികളും കൂടിയാണ് അവർ ടോക്കൺ കൊടുത്തതിൽ അവർ മേടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ അതുവരെ ഉണ്ടായിരുന്ന നല്ലതായ റൂട്ട് അതിനൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഇപ്പോൾ തൊഴിലുണ്ടാവില്ല, ജോലി ഉണ്ടാവില്ല, കച്ചവടം ഉണ്ടാവില്ല, കടയുണ്ട് വെച്ചാൽ അത് നശിച്ചു, വീട്ടിലാഞ്ഞ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ ബോധവാനാകുക ഇന്നമാതിരി ആയിരിക്കും എന്നുള്ളത്. അതേപോലെ ശക്തമായിരിക്കുന്നതായ ഏഴരശനിയാണോ കണ്ടകശനിയാണോ, ഇപ്പോൾ ഏഴരശനി കണ്ടകശനിയൊക്കെ ഉള്ള മാറ്റങ്ങളുള്ള സമയങ്ങളാണ്. അപ്പോൾ ഏഴരശനി ഉണ്ടായിരുന്നവർ, ഏഴരശനി എന്ന് പറഞ്ഞാൽ 7.5 കൊല്ലം കണ്ടിന്യൂ ആയിട്ട്, അതേപോലെ കണ്ടകശനിയാണ് വെച്ചെങ്കിൽ 2.5 കൊല്ലം ഉണ്ടാവുള്ളൂ. ഏഴരശനി എന്ന് പറഞ്ഞാൽ 7.5 കൊല്ലം അടുപ്പിച്ച് വരും. 2.5 കൊല്ലമാണ് ശനി രാശിയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് അവിടെ നിന്ന് വിട്ടു പോകുമ്പോൾ 7.5 കൊല്ലം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കണം. അത് ജാതകവശാല ആൾക്ക് ശനി ദശയാണോ രാഹുദശയാണോ കേതു ദശയാണോ അങ്ങനെയൊക്കെ വരണതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വളരെ അനർത്ഥങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്താണ് കാര്യങ്ങൾ ചെയ്യുക. അതിലുപരി അവർ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ അത് ജാതി നോക്കിയിട്ടല്ല ഇത്തരം പ്രശ്നങ്ങൾ വരിക. കൃത്യമായിട്ട് അതിനെ വേർപാട് ചെയ്യുക. എന്നിട്ട് അവരവരുടെ ജാതി ആചാരമനുസരിച്ചുള്ള കർമ്മങ്ങളിലേക്ക് അവർ തിരിച്ചു പോകുക. ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പോയിട്ടാണ് ശരിയാക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ ഹിന്ദു ക്ഷേത്രത്തിൽ തന്നെ അവരുടെ മരണകാലം വരെ ഇരിക്കണമെന്നില്ല. മുസ്ലിം ആണെങ്കിൽ അവരുടേതായ ആചാരങ്ങൾ, നിസ്കാരം, നോമ്പ്, ദിക്ർ, അതേപോലുള്ളതായ കത്തൂത്, അവരുടെ മതപരമായിട്ടുള്ളതായ ചടങ്ങുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിലോ അവർക്ക് കുമ്പസാരങ്ങൾ, പ്രാർത്ഥനകൾ, പള്ളിപ്പോക്ക്, അല്ലെങ്കിൽ ഓഫീസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം മരണപ്പെട്ടു പോയിട്ടുള്ളവരുടെ തൃപ്തിയും കൂടി ഉണ്ട്. ചില ദുരിതങ്ങൾ കുടുംബപരമായിട്ട് ആയിട്ട് ജീവിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഇതുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെയധികം അനർത്ഥങ്ങൾ ഉണ്ടാക്കണം, ഓരോ പ്രശ്നങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അതിന് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക, കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുള്ളവരൊക്കെ നല്ലത് വരട്ടെ, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ലത് വരട്ടെ. എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.